ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ പ്ലസിന്റെ ഏറ്റവും പുതിയ മിഡ് റേഞ്ച് ഡിവൈസ്. നിങ്ങൾ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു ഡിവൈസാണ് വൺ പ്ലസ് 15R. അപ്പോൾ വൺ പ്ലസിൻ്റെ R സീരീസ് വളരെ പവർഫുൾ ആണ്. ഏറ്റവും നല്ല മിഡ് റേഞ്ച് പ്രൈസിങ്ങിലാണെങ്കിലും നല്ല പവർഫുൾ പ്രോസസ്സറൊക്കെ ആയിട്ടാണ് വരാറ്. അപ്പോൾ ഇത്തവണയും ഒട്ടും തന്നെ വ്യത്യാസമില്ല. വൺ പ്ലസ് 15R നമ്മുടെ കയ്യിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇതാണ് മീഡിയ ബോക്സ്. ഇത് റീറ്റെയിൽ യൂണിറ്റ് അല്ല, പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ വൺ പ്ലസ് 15R ഇത് ഇന്ത്യയിൽ ഡിസംബർ 17 ലോഞ്ച് ആവുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സിംഗ് വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ പറയാൻ പറ്റില്ല. അണ്ടർ എംബാർഗോ ആണ്. അത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് 17 മാത്രമേ റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ളത് നമുക്ക് വഴിയെ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ഈ ഒരു ചിപ്പ് വരുന്ന ആദ്യത്തെ ഡിവൈസാണ് വൺ പ്ലസ് 15R. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഡിസൈനിലും കുറേ മാറ്റങ്ങളുണ്ട്. വൺ പ്ലസ് 13R ആയിട്ട് കമ്പയർ ചെയ്യണേ വൺ പ്ലസ് 15ൻ്റെ അതേ ഡിസൈൻ ലാംഗ്വേജ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് 15 ഉണ്ടായിരുന്ന ഡീറ്റെയിൽ മാക്സ് എഞ്ചിൻ ക്യാമറ പ്രോസസ്സിംഗ് എഞ്ചിനാണ്. ആ ഒരു പ്രോസസ്സിംഗ് അൽഗോരിതം തന്നെയാണ് വൺ പ്ലസ് 15R വരുന്നത്. അപ്പോൾ വൺ പ്ലസ് 15ലെ ക്യാമറ സാമ്പിൾസ് നമ്മൾ കണ്ടല്ലേ, നല്ല അടിപൊളി ക്ലാരിറ്റിയിലാണ്. അപ്പോൾ അതേ എക്സ്പീരിയൻസ് നമുക്ക് വൺ പ്ലസ് 15R കിട്ടുന്നതാണ് വൺ പ്ലസ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് നമുക്ക് നോക്കാം. നമുക്ക് ക്യാമറ സാമ്പിൾസ് വഴി കാണാം. അപ്പോൾ ഇതാണ് മീഡിയ ബോക്സ്. വൺ പ്ലസ് 15R എഴുതി കാണാം. പവർ ഓഫ് ദ ലിമിറ്റ്സ് എന്നും കാണാം. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരും നമുക്ക് നോക്കാം. എന്നിട്ട് ഡിവൈസിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ആദ്യം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീഡിയൻ്റെ ബോക്സ്. വൺ പ്ലസ് 15R പവർ ഓൺ ദ ലിമിറ്റ്സ് എഴുതി ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം. വൺ പ്ലസ് 15R ഇവിടെ കാണാം. അതേപോലെ തന്നെ താഴത്ത് 2 ഡ്രോവർ ഉണ്ട്. എന്താണ് അതിലേക്ക്, അത് ആദ്യം നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു ഡ്രോവർ ഉണ്ട്. ഇവിടെ നമുക്ക് നെവർ സെറ്റിൽ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജ് കാണാനുണ്ടല്ലേ. നെവർ സെറ്റിൽ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജാണ്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഒരു കീ ചെയിനാണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ നെവർ സെറ്റിൽ എന്ന് പറഞ്ഞ ഒരു കീ ചെയിനാണ് കൊടുത്തിരിക്കുന്നില്ലേ. ഈ കീ ചെയിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു സിം ഇജക്റ്റ് പിൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ്. കാരണം നമുക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഫോൺ റിവ്യൂ ചെയ്യുമ്പോൾ എപ്പോഴും സ്വിച്ച് ചെയ്ത് ഫോണിൽ നിന്ന് ഒരു സിമ്മിൽ നിന്ന് മറ്റേ സിമ്മിക്ക് ഇടാൻ വളരെ യൂസ്ഫുൾ ആയ ഒരു കീ ചെയിനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രോവറിൽ. പിന്നെ താഴത്തൊരു ഡ്രോവറും കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് 2 കേസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വൺ പ്ലസ് 15R 2 കേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 കേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് സ്റ്റാൻഡ് സ്റ്റോൺ കേസ് വൺ പ്ലസ് 15R. രണ്ടാമത്തെ ഇത് നമ്മൾ ഈ ഒരു കേസ് നമ്മൾ വൺ പ്ലസ് 13S വൺ പ്ലസ് 15 കണ്ടതാണ്. ഹോൾ പാറ്റേൺ മാഗ്നറ്റിക് കേസ്. രണ്ടും തന്നെ മാഗ്നറ്റിക് കേസാണ്. ഒഫീഷ്യൽ 2 കേസാണ്. അപ്പോൾ ഈ കേസ് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ഹോൾ പാറ്റേൺ മാഗ്നറ്റിക് കേസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതല്ലേ, നിറച്ച് ഹോൾസ് ആണ്. ഈ ഹോൾസ് നമുക്ക് ഈ ഒരു പാറ്റേൺ ഡോട്ട്സ് വെച്ച് ഫില്ല് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഹോൾ പാറ്റേൺ മാഗ്നറ്റിക് കേസ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൻഡ്സ്റ്റോൺ കേസ്, സ്റ്റാൻഡേർഡ് സാൻഡ്സ്റ്റോൺ കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കേസാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡിവൈസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് വൺ പ്ലസ് 15R ആണ്. അപ്പോൾ നമുക്ക് തുറക്കാം. നോക്കുമ്പോൾ തന്നെ നെവർ സെറ്റിലിൻ്റെ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇതിനകത്ത് ഒഫീഷ്യൽ കേസാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബോക്സിനകത്ത് വരുന്ന കേസാണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കാണാം. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഒരു ഗ്രീൻ കളർ കേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ്. ഗ്രീൻ കളറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗ്രീൻ കളർ കേസ് വരുന്നത്. അതേപോലെ ഒരു പേർപ്പിളും ബ്ലാക്ക് കളർ, അങ്ങനെ 3 കളേഴ്സാണ് വരുന്നത്. ഈ ഒരു കേസ് നമ്മൾ സ്റ്റാൻഡേർഡ് TP കേസാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ഫിനിഷുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡിവൈസിലേക്ക് വരാം. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഒരു സിം ഇജക്റ്റ്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളും ഒരു 80 വാട്ടിൻ്റെ അഡാപ്റ്റർ, സൂപ്പർ വൂക്ക് അഡാപ്റ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഫോണൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൺ പ്ലസ് 15R. ഈ ഒരു കളർ ഉണ്ടല്ലേ, ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറാണ്. ഇവിടെ കംപ്ലീറ്റ് മെറ്റൽ ചാസിയാണ്. ഇവിടെ പ്ലസ് ബട്ടൺ മൈൻഡ് സ്പേസുള്ള പ്ലസ് കീ കാണാം. അതേപോലെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. ഇവിടെ മോൾ ഭാഗത്ത് IR ബ്ലാസ്റ്റർ കാണാം. അതേപോലെ താഴത്ത് നമുക്ക് സ്പീക്കർ യൂണിറ്റും USB Type-C പോർട്ടും നമുക്കിവിടെ സിം ട്രെയും കാണാം. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കംപ്ലീറ്റ്ലി മെറ്റൽ ആൻഡ് ഗ്ലാസ് ആണ്. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ് കാണാം. ഈ ക്യാമറ മോഡ്യൂൾ ഉണ്ടല്ലേ, അത് നല്ല രീതിയിലാണ്. ഇൻഫാക്ട് ഈ ക്യാമറ മോഡ്യൂൾ വൺ പ്ലസ് 15ൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ഈ ക്യാമറ മോഡ്യൂളിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇത് കണ്ടില്ലേ,
നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതാണ്. ഒരുപാട് വലിയ ഡിവൈസ് ഒന്നല്ല, എന്നാൽ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ഒരു ഡിവൈസായിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതല്ലേ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയും ഫിനിഷും ഉണ്ട്. ഇതിൽ കൂടുതൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത്രയും നമുക്കിപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസൈൻ ലാംഗ്വേജിലൊക്കെ കുറച്ച് പറഞ്ഞു, മെറ്റീരിയൽ ഫിനിഷൊക്കെ നല്ല പറഞ്ഞു. എനിക്ക് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. OnePlus 15 അതേ ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേനകത്ത് നമുക്ക് വരുന്നത് ഒരു 1.5K AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് 1800 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ മറ്റൊരു ചേഞ്ച് എന്ന് പറയാവുന്നത് 165 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ OnePlus 15 അതേ റിഫ്രഷ് റേറ്റ് 165 Hz റിഫ്രഷ് റേറ്റും 1800 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സും ആണ് വരുന്നത്. അതേപോലെ 1.5K AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇത്രേ ഇപ്പോൾ പറയാൻ സാധിക്കുള്ളൂ. ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ഫോൺ റിലീസ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ Oxygen OS 16 നമുക്കറിയാവുന്ന കാര്യമാണ്. Android 16 ഔട്ട് ഓഫ് ദ ബോക്സ്. പിന്നെ ഇതിനകത്ത് മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞ OnePlusന്റെ ഏറ്റവും പുതിയ ഫീച്ചറും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മൈൻഡ് സ്പേസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് വളരെ ക്വിക്കായിട്ട് നോക്കാം. അതായത് OnePlusന്റെ നമ്മുടെ എന്താ പറയുക ഇൻവൈറ്റ് ഉണ്ടല്ലോ, ഈ 17-ാം തീയതിത്തെ ഇവന്റ്, അത് നമ്മൾ മൈൻഡ് സ്പേസിക്കലി സേവ് ചെയ്യുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇവന്റ് OnePlus 15R OnePlus Pad Go 20 ഇവന്റ് നമുക്ക് ബംഗളൂരുവിൽ 17th ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവൈറ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെ മൈൻഡ് സ്പേസിലേക്ക് ആഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ക്യാമറ പോയിന്റ് ചെയ്യുക, നിങ്ങൾ അമർത്തുക. അപ്പോൾ അനലൈസിങ് കാണാം, ഉണ്ടല്ലേ, അനലൈസിങ് സ്ക്രീൻ കണ്ടന്റ് ആഡഡ്. അപ്പോൾ ഉണ്ടല്ലേ ബംഗളൂരു ലോഞ്ച് ഇവന്റ് എല്ലാം കാണാം, സമ്മറി കാണാം. OnePlus 15R 7 o'clock അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഉണ്ടല്ലേ ഇവന്റ് കാലണ്ടറിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ കാലണ്ടറിലേക്ക് സേവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻവൈറ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് സേവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മൈൻഡ് സ്പേസിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയാവുന്നത്. മൈൻഡ് സ്പേസ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതായിരുന്നു OnePlusന്റെ മൈൻഡ് സ്പേസും ആയിട്ടുള്ള ഫീച്ചർ. ജസ്റ്റ് നമ്മൾ കാലണ്ടർ ആഡ് ചെയ്താണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഈ പ്രോസസ്സറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ Snapdragon 8 Gen 5 ആണ് വരുന്നത്. ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ആദ്യത്തെ ഡിവൈസാണ് ഈ ഒരു ചിപ്പായിട്ട് പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പവർഫുൾ ചിപ്പാണ്. അപ്പോൾ ബാക്കിയുള്ള ബെഞ്ച് മാർക്കും കാര്യം തന്നെ നമ്മൾ എന്താ പറയുക ഫോൺ അനൗൺസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അടിപൊളി പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി 7400 mAh ബാറ്ററി, അതിനൊപ്പം തന്നെ 80 watt ചാർജിങ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ ചാർജർ കാണിച്ചു തന്നല്ലോ. 80 watt ചാർജിങ്ങും 7400 mAh കപ്പാസിറ്റി ബാറ്ററി. അപ്പോൾ OnePlus 15 നമ്മൾ ബാറ്ററി ഓൾമോസ്റ്റ് എനിക്ക് നല്ലൊരു ബാറ്ററി ലൈഫാണ് കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിലും എക്സ്പെക്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. 7400 mAh ബാറ്ററി കഴിഞ്ഞ വർഷത്തേക്കാളും വളരെയധികം ഇംപ്രൂവ്ഡും കപ്പാസിറ്റി ഇൻക്രീസ്ഡും ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി ഫൈനലി ഇതിൻ്റെ ക്യാമറ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം. കാരണം DTL Max എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൂടാണ്ട് തന്നെ 4K 120 FPS ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ആദ്യത്തെ ഫോൺ എന്നാണ് OnePlus പറയുന്നത്. 4K 120 FPS നമ്മൾ OnePlus 15 കണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ആദ്യമായിട്ടാണ് വരുന്നത് 4K 120 FPS. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഈ ക്യാമറ സാമ്പിൾസ് എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, എത്രത്തോളം ഇംപ്രൂവ്ഡ് ആണ് OnePlus 13R എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതായിരുന്നു OnePlus 15R വളരെ ക്വിക്കായ ഒരു അൺബോക്സിങ്, വളരെ ലിമിറ്റഡ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുള്ളൂ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാനിത് അൺബോക്സിങ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഡിവൈസ് ഒന്ന് കണ്ട് മനസ്സിലാവാം, എങ്ങനെയാണ് ഡിസൈൻ ലാംഗ്വേജ്, ബാക്കിയുള്ള ബേസിക് സ്പെക്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാവും. കൂടുതൽ ഡീറ്റെയിൽഡ് ആയ റിവ്യൂ നമ്മൾ 17-ാം തീയതി ലോഞ്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വിശദമായ എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.